നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് തൃശൂർ ജില്ലയിലെ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ മാള ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിനായി അശ്രാന്തം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് മാള. ഒപ്പം വയോജനങ്ങൾക്കായും സ്ത്രീ സുരക്ഷയ്ക്കായും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. ഈ വികസന പദ്ധതികളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് ബിന്ദു ബാബു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ശ്രീമതി ബിന്ദു ബാബു. മാളയിലെ അടിസ്ഥാന വികസനത്തിനായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ഇതിനോടകം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഭരണ കാലയളവിനെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഭരണകാലയളവ് എന്ന് ഉദ്ദേശിച്ചത് നമ്മള് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ വയോജനങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും കാർഷിക മേഖലയില് നല്ല ഊന്നൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ വയോജന ദിനം ആഘോഷിക്കുകയും മാസം തോറും കൃത്യമായി അവരുടെ മീറ്റിംഗ് കൂടുകയും അവരെ ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോവുകയും അവർക്ക് സഹായ ഉപകരണങ്ങൾ കൊടുക്കുകയും അതേപോലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം, അങ്ങനെ നമ്മൾ നിരവധി പദ്ധതികളുമായിട്ടാണ് വയോജനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തന്നെയല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ വാർഡുകളെയും ഒരുമിച്ചെടുത്തുകൊണ്ട് എവിടെയാണോ പ്രയോറിറ്റി വേണ്ടത് എന്ന് നിശ്ചയിച്ചുകൊണ്ട് അവിടേക്ക് വേണ്ടുന്ന റോഡുകളായാലും വെള്ളമായാലും എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇപ്പൊ മാള പഞ്ചായത്തിന്റെ ഇതില് ശ്മശാനം എന്നൊരു ഘടകം നമുക്കില്ല. സ്ഥലം ലഭ്യമില്ലാത്തതിനാലാണ് നമ്മൾ അത് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ അത് മൊബൈൽ ക്രിമിറ്റോറിയത്തിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഏറ്റവും പ്രാധാന്യമുള്ള മാളയുടെ ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ സിനഗോഗ് അന്താരാഷ്ട്ര മ്യൂസിയം ആയി പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം അവിടെ സിനഗോഗില് പ്രദർശനമുണ്ടായിരുന്നു, സ്റ്റാളുകൾ ഇടുകയുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി, വളർന്നു വരുന്ന തലമുറകൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ചരിത്രം സൃഷ്ടിച്ച ആ സിനഗോഗിന്റെ മുഖച്ഛായ മാറ്റിയെടുത്തത് തന്നെ ഒട്ടനവധി ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായാണ്. അത് മാളയുടെ തന്നെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മാളക്കടവ് മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാളക്കടവ് പഴയ കാലങ്ങളിൽ ബോട്ട് ചെട്ടിയൊക്കെ പോയിരുന്ന ഒരു മാളക്കടവായിരുന്നു. അതും നമ്മൾ പുനരധിവസിച്ചുകൊണ്ട് അതിലേക്ക് വെള്ളം, ആ കടവ് പഴയ രീതിയിൽ എങ്ങനെയാണോ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് അത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ MLA ബഡ്ജറ്റിൽ 4.5 കോടി രൂപയോളം വെച്ചിട്ടുണ്ട്. അവിടെ നല്ല രീതിയിലുള്ള ഒരു കടവാക്കി ടൂറിസം എന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ സിൻസ്റ്റേരി, നമ്മൾക്ക് കുട്ടികൾക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെതായ 2 സ്കൂളുകളാണ് ഉള്ളത്. അതിലിപ്പോ ഒരു സ്കൂള് നമ്മളെ ഗവൺമെന്റ് ഏറ്റെടുത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിലേക്ക് MLA ബഡ്ജറ്റില് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ AS&TS ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള അനുമതിയും ഫണ്ടും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ലൈഫ് ഭവന പദ്ധതി പ്രകാരം എത്രത്തോളം ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി വീടുകൾ, 400-ലധികം വീടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാനിന്ന് അതിന്റെ കണക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഗ്രാമസഭകൾ തുടങ്ങി വെച്ചേക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. തലചായ്ക്കാൻ ഒരിടമില്ലാത്തവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥലവും അതേപോലെ തന്നെ വീട് നിർമ്മിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ അതിന് പണി പൂർത്തീകരിച്ചവർക്ക് താക്കോൽ ദാനം ശേഷം ആണ് നമ്മൾ ചെയ്യുന്നത്. അത് SC ജനറൽ പട്ടിക വിഭാഗം എല്ലാവർക്കും ഒരേ മേഖലയിൽ നമ്മൾ അവരെ അധിവസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അതിദരിദ്രരായ ലിസ്റ്റുകൾ എടുത്തുകൊണ്ട് അവർക്കും പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അതിദരിദ്രമില്ലാത്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപനം നടത്താനുള്ള അവസ്ഥയിൽ വരെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം, മരുന്ന്, വീട് മെയിൻ്റനൻസ് എല്ലാനും നമ്മൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്.
തീർച്ചയായും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണെന്ന് പറയുന്നു. എന്താണ് ഇവിടുത്തെ പ്രധാന വിളകളെല്ലാം തന്നെ കർഷകർക്കായിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? അങ്ങനെ ഒട്ടനവധി മേഖലകളിലേക്ക് നമ്മൾ പ്രാപ്തരാക്കിക്കൊണ്ട് മണ്ണിനെ പൊന്നാക്കി കൊണ്ടുപോകുന്ന കർഷകരെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി പേരുകൾ നമ്മുടെ മാള പഞ്ചായത്തിൽ തന്നെ സംസ്ഥാന അവാർഡ് ജേതാക്കളാണ്. ഈ ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ 107 പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തതിൽ അതിൽ മാള പഞ്ചായത്തും കാർഷിക രംഗത്ത് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് കാർഷിക വിപണന മേളയിലേക്ക്. തീർച്ചയായും കർഷകർക്കായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ്, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസനം എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായി തന്നെ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകളെല്ലാം തന്നെ നവീകരിക്കാനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഗ്രാമീണ റോഡുകളുടെ നവീകരണം എല്ലാം തന്നെ എത്തരത്തിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? റോഡുകള് നമ്മളുടെ 3/4 ഭാഗവും പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ടെൻഡറും കൊട്ടേഷനും കഴിഞ്ഞ റോഡുകൾ പണി ചെയ്യാനുണ്ട്. അതിനിടയിൽ നമ്മുടെ കാലാവസ്ഥ മാറിയതോടെ പല വർക്കുകളും ചെയ്യാൻ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. മഴ മാറി കഴിഞ്ഞാൽ അത് ചെയ്യും. ഒരുവിധം മേഖലകളിലേക്ക് ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായ റോഡുകളാണ് നമ്മൾ മുന്നേ പരിഗണനയിൽ വെച്ച് അത് പണി പൂർത്തീകരിക്കാൻ സാധിച്ചേക്കുന്നത്. ഇനിയും നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. സംസ്ഥാനം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നത്തിലൊന്നാണ് കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത്. എത്രത്തോളം ഈ കുടിവെള്ളക്ഷാമം പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഈ പൊതുജലാശയ സംരക്ഷണം എല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? കുടിവെള്ളം എന്ന് പറയുന്ന ഒരു വസ്തുത നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. എത്താത്ത മേഖലകളിലേക്ക് മുടങ്ങിക്കിടക്കുന്ന ഇറിഗേഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3-4 വാർഡുകളിലേക്ക് അത്യന്താപേക്ഷിതമായ ഒരു പുതിയ ഇറിഗേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള DPR നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് തന്നെ ആക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഫസ്റ്റ് DPR നമ്മൾ സമർപ്പിച്ചെങ്കിലും അതിൽ ന്യൂനത കാണിച്ച് നമ്മളെയൊക്കെ റിട്ടേൺ വന്നപ്പോൾ രണ്ടാമത് നമ്മൾ അതിന്റെ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുതോടുകളും മറ്റുള്ള ജലാശയങ്ങളും ഒക്കെ നമ്മൾ നമുക്കിപ്പോ തൊഴിലുറപ്പിൽ കൂടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തൊഴിലുറപ്പിൽ ചെയ്യുന്ന പരിധിക്കുള്ളിലല്ലാതെ ബാക്കി മേഖലകളിലേക്ക് ഇപ്പൊ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തോടുകളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അംഗൻവാടി, നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ അംഗൻവാടികൾക്കും ഇപ്പൊ ഒരു അംഗൻവാടിക്കാണ് സ്ഥലമില്ലാതിരുന്ന ആ അംഗൻവാടിക്ക് നമ്മൾ സ്ഥലം കണ്ടെത്തുകയും അതിന് നമ്മളുടെ ഫണ്ട് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും പണി പൂർത്തീകരിക്കും. അംഗൻവാടി കുട്ടികൾക്ക് വേണ്ട പോഷകാഹാരങ്ങളും വിളയൂട്ടുന്ന അമ്മമാർക്ക്, കൗമാര കുട്ടികൾക്ക് ഇതെല്ലാം നമുക്ക് അതിന്റെ ഭാഗമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മാലിന്യമുക്തം നവകേരളം എന്നൊരു ആശയത്തിലേക്ക് സംസ്ഥാനം ഒന്നാകെ എത്തി നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഈ മാലിന്യ സംസ്കരണ രംഗത്ത് ഈ മാള ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യ വിമുക്ത നവകേരളമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എത്തിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മാർച്ച് മാസത്തിൽ നമ്മൾ തൊഴിലാളികളെ നിർത്തി മാലിന്യം കൂടിക്കിടന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വൃത്തിയാക്കി MCF നമ്മൾ പൂർണ്ണതയിലെത്തിക്കും. ഇന്നിപ്പോ നമ്മൾ താൽക്കാലിക ഒരു ഷെഡിലാണ് നമ്മളത് MCF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുതിയത് പണിയാനുള്ള ഫണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പണി പൂർത്തീകരിക്കും. ഹരിതകർമ്മസേനക്കാര് അടക്കം ചിട്ടയോടുകൂടി വാതിൽപ്പടി ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം അതിൽ നമ്മൾ തീർച്ചയായും എടുത്തു പറയേണ്ടതാണ്. ഈ 100% യൂസർ ഫീ എല്ലാം സ്വന്തമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണോ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? ഇപ്പോൾ 100% ആക്കിക്കൊണ്ടായിരുന്നു. ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് ആളുകളുടെ സമീപനം വളരെ മോശമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഏത് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാലും ആ ഹരിതകർമ്മ സേനക്കാരോട് സഹകരിക്കാൻ എല്ലാവരും തയ്യാറാണ്. വീടുകളായാലും കടകളായാലും. അപ്പൊ അതുകൊണ്ട് അവർക്കുടെ വരുമാനം എന്ന് പറയുന്നത് വീടുകളിൽ നിന്ന് കിട്ടുന്നതും ഈ കടകളിൽ നിന്നും കിട്ടുന്ന ആ തുച്ഛമായ തുകയിൽ നിന്നുള്ളതാണ് അവരുടെ വരുമാനം. അവരെന്തായാലും അത് കൃത്യതയോടുകൂടി നടത്തിപ്പോരുന്നു. തീർച്ചയായും അതോടൊപ്പം തന്നെ MCFകളും ബയോബിന്നുകളും എല്ലാം തന്നെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
ബയോ ബിന്നുകൾ എല്ലാ വീടുകളിലേക്കും കൊടുക്കാനുള്ളത് അതുപോലെ റിംഗ് കമ്പോസ്റ്റ് നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇപ്പൊ ഈ പ്രാവശ്യത്തിൽ വെച്ചിട്ടുണ്ട്. ബയോ ബിന്ന് ഈ പ്രാവശ്യത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് DPC അംഗീകാരം കിട്ടി. ടെൻഡർ നടപടികളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഗുണഭോക്തൃ ഗ്രാമസഭകളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇതും കൂടി എടുത്തതിന് ശേഷം വേണം നമുക്ക് അത് നടപ്പിലാക്കാനായിട്ട്. സമ്പൂർണ്ണ മാലിന്യമുക്ത പദ്ധതിയിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികളെ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് ആകർഷിക്കുന്ന പരിപാടികളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹരിത സഭകളെല്ലാം തന്നെ കുട്ടികൾക്കായിട്ടും നിർമ്മിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? നമ്മള് കളക്ടറേറ്റ് അറ്റ് സ്കൂൾ എന്ന ഒരു പദ്ധതിയുമായിട്ട് നമ്മള് സ്കൂളുകളിലേക്ക് അത് തരംതിരിക്കുന്നതിനുള്ള ബോർഡുകളും അതേപോലെ തന്നെ ടിന്നുകളും നമ്മൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മാള ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ആരോഗ്യ മേഖലയിൽ നമ്മൾ സാന്ത്വനം പാലിയേറ്റീവ് എന്നുള്ള ഒരു പദ്ധതിയുണ്ട്. കൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് നമ്മൾ ഡയാലിസിസിനുള്ള ഒരു മാസം 4000 രൂപ വീതം അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ആശുപത്രിയിൽ പോയി ചെയ്യുന്നവർക്ക് സൗജന്യമായി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവരുടെ വരുമാനത്തിൻ്റെതനുസരിച്ച് സൗജന്യമായി കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അപ്പൊ ഈ പ്രാവശ്യം അവര് ഡയാലിസിസ് രോഗികൾക്ക് അവർക്ക് മരുന്നുകൾ വാങ്ങുന്നതിന് ബുദ്ധിമുട്ട്, പൈസ കൂടുതലാണ് പറഞ്ഞപ്പോൾ അത് നമ്മൾ പദ്ധതിയിൽ വെച്ച് നടപ്പിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്, കൃത്യമായി തന്നെ ഈ പഞ്ചായത്തിൽ അത് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ? പാലിയേറ്റീവ് ആയിട്ട് കൃത്യമായിട്ട് അവർ വീടുകളിൽ പോയി ഓരോ വാർഡിലും എത്ര വീടുകളുണ്ടെന്ന് വെച്ചാൽ കണക്ക് കൃത്യമായിട്ട് അവർ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ അവർക്കറിയാം. കാരണം അത് ഭംഗിയായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. എല്ലാ മാസവും അവർ വീടുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അത് കൂടാതെ നമ്മൾക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ നിമിഷം അവരെ പരിചരിച്ചു പോകുന്നു. തീർച്ചയായും ആരോഗ്യ രംഗത്ത് വളരെ വലിയ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഭിന്നശേഷി കലോത്സവം അടക്കം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം തന്നെ കാണാം. അത്തരത്തിൽ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഭിന്നശേഷി ഗ്രാമസഭ നമ്മൾ വെക്കാറുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ നമ്മൾ നൽകാറുണ്ട്. സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഉന്നമനത്തിനായി അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായിട്ട് പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഭരണസമിതി ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ എന്ന് ചോദിച്ചാൽ അത് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് ആക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്ത് ഏകോപിപ്പിക്കുന്നത്? BRC നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകളുടെയും HMമാരെ വിളിച്ച് സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് വേണ്ടി ഏതൊക്കെ പദ്ധതികളാണ് വേണ്ടതെന്നുള്ളത് ആവിഷ്കരിച്ചുകൊണ്ട് BRCയിലേക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് ഫണ്ട് വകയിരുത്തി കൊടുക്കുകയാണ്. കൂടാതെ ഈ പ്രാവശ്യം BRCയുടെ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകൾ തീരെ പാവപ്പെട്ടവർക്ക് നമ്മളിലായ പുസ്തകം, ബാഗ്, കുട കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ മാള ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബിന്ദു ബാബു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബിന്ദു, ഈ അംഗനവാടികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ഇവർക്കായിട്ടുള്ള സഹായ ഉപകരണങ്ങളെല്ലാം നൽകാൻ പഞ്ചായത്തിനാകുന്നുണ്ടോ? പഞ്ചായത്തിന്റെ കീഴിൽ 30 അംഗൻവാടികളാണുള്ളത്. അതിലെ 2-3 അംഗൻവാടികളിലെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അംഗൻവാടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ MLA ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ അത് പണി പൂർത്തീകരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് അതിന്റെ IS&DS ഒക്കെ ആയിട്ടുണ്ട്. കൂടാതെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അംഗൻവാടിക്കാണ് സ്ഥലമില്ലാതെ വാടക കെട്ടിടത്തിലായിരുന്നു. ആ സ്ഥലം നമ്മൾ വാങ്ങിച്ചു, അതിൽ ഫണ്ട് വെച്ചിട്ടുണ്ട്. ആ അംഗൻവാടി പണി പൂർത്തീകരിക്കും. പിന്നെ അവർക്ക് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംഗൻവാടി കുട്ടികൾക്കുള്ള പോഷകാഹാരം, മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള പോഷകാഹാരം, കൗമാരപ്രായക്കാർക്കുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരം. എന്നിരുന്നാലും ഒരു അംഗൻവാടിയിൽ പോലും വെള്ളം എത്തിക്കാത്ത രീതിയിലല്ല നമ്മൾ പോകുന്നത്. വണ്ടിവെള്ളമായാലും അവിടുത്തെ എന്താണോ ആ കൊച്ചുമക്കൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു ഇടപെടൽ ഈ അംഗനവാടികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ ഈ ഒരു കളിസ്ഥലം എന്നുള്ള സാഫല്യമാകാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലാണ് പഞ്ചായത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്.
കളിസ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പഴൂക്കര 5-ാം വാർഡിലാണ് ആ സ്ഥലം കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് അളക്കണം. അപ്പൊ സർവേർക്ക് അത് അളക്കാനുള്ള തീരുമാനം കൊടുത്തുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും എല്ലാം തന്നെ ചേർത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു ആ, പ്രശ്നം തന്നെയാണ് ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത്. അത്തരത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികളെല്ലാം തന്നെ എത്തരത്തിലാണ് പഞ്ചായത്തിൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുന്നത്? ലഹരി വിമുക്ത കേരളമാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വിവിധ വാർഡുകളിൽ അതിനെ കേന്ദ്രീകരിച്ച് ക്ലാസ്സുകളും ഇതുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഈ ഗ്രാമസഭകൾ കഴിഞ്ഞതിന് ശേഷം വിപുലമായ ഒരു ക്ലാസ് കൊടുക്കാനും ഒരു യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ് എന്നറിയാൻ സാധിക്കുന്നു. ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തന്നെ എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? കുടുംബശ്രീ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് കുടുംബശ്രീ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നൊരു ഇതാണ് കുടുംബശ്രീ. ഞാൻ കുടുംബശ്രീയിലൂടെ തന്നെ വളർന്നു വന്നവളാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പങ്കാളിത്തത്തിനും കുടുംബശ്രീയുടെ പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അവർക്ക് ഏതാണോ പദ്ധതി എന്നുള്ളത് പദ്ധതി രൂപീകരണ ഗ്രാമസഭയുമായി സംസാരിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഒപ്പം തന്നെ തൊഴിൽ സംരംഭങ്ങളെല്ലാം തന്നെ എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? തൊഴിൽ സംരംഭങ്ങൾ നമ്മൾ പദ്ധതിയിലൂടെയും കുടുംബശ്രീയിലൂടെയും ചെയ്യുന്നുണ്ട്. മൈക്രോ സംരംഭങ്ങളായിട്ടും ME ഗ്രൂപ്പുകളായിട്ടും JLG ഗ്രൂപ്പുകളായിട്ടും നല്ല രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും കുടുംബശ്രീ അംഗങ്ങൾ മുന്നിൽ നിന്നും കൊണ്ട് പ്രവർത്തിച്ചു പോരും. ഇനി പഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. സംസ്ഥാനം ഇനി നോക്കിക്കാണാനുള്ളത് ഒരു മഴക്കാലത്തെ കൂടിയാണ്. അപ്പോൾ ഈ മഴക്കാലജന്യ രോഗങ്ങളെല്ലാം തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് പഞ്ചായത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ കമ്മിറ്റി തീരുമാനം എടുത്ത് കഴിഞ്ഞു. എല്ലാ വാർഡുകളിലും എല്ലാ തോടുകളും സൈഡുകളുള്ള റോഡുകളുടെ സൈഡുകളായാലും PW റോഡുകളുടെ സൈഡുകളായാലും ക്ലീൻ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നതിന് വേണ്ടി അവർക്ക് ഉള്ള മെഡിസിൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രാമസഭകളിലും JPHമാർ വന്ന് മഴക്കാല പൂർവ്വ ശുചീകരണത്തെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യത ഉള്ളൊരു പഞ്ചായത്താണ് മാള ഗ്രാമപഞ്ചായത്ത്. ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? അത് ആവിഷ്കരിക്കുന്ന വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാളക്കടവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാളക്കടവ് വിപുലമായ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടെ സ്വയം ടെസ്റ്റുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു കടവ് ഒട്ടനവധി ജനങ്ങളുടെ ഒരു സന്തോഷവും പ്രതീക്ഷയുമാണ്. അവിടെ ഒരു ബോട്ടിൽ ജെട്ടി വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു ടൂറിസം കേന്ദ്രമാക്കിക്കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് വരാനും സിനഗോഗ് സന്ദർശിക്കാനായിട്ട് ആളുകൾ എത്തുന്നത് പോലെ തന്നെ ഇന്ന് മാളയുടെ അരുത്തുള്ളവർക്ക് സിനഗോഗിനെ കുറിച്ചുള്ള ചരിത്രം കേൾക്കാൻ താല്പര്യം കുറവാണെങ്കിലും പുറമേ നിന്ന് വരുന്നവർക്ക് അത് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. പിന്നെ തന്നെയല്ല വളർന്നു വരുന്ന തലമുറകൾ കൊച്ചുകുട്ടികൾക്ക് സിനഗോഗിന്റെ കഥ പറയുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമാണ്. ഈ 2 ദിവസം അവിടെ പ്രദർശനം ലഭിച്ചതുകൊണ്ട് കുറെ പേര് അത് പോയി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് മാള ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഈ ഗതാഗത സൗകര്യങ്ങളുടെ കാര്യമെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഗതാഗത യോഗ്യമായിട്ടുള്ള ഗ്രാമീണ റോഡുകളാണ് പഞ്ചായത്തിലുള്ളത്. ഇതിന്റെ എല്ലാം ഭാഗമായി തന്നെ സമ്പൂർണ്ണമായും വഴിവിളക്കുകളെല്ലാം തന്നെ സ്ഥാപിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ ക്യാമറ സൗകര്യങ്ങളും എത്രത്തോളം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? സമ്പൂർണ്ണ വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ക്യാമറകൾ സ്ഥാപിക്കാൻ നമ്മളിപ്പോ തീരുമാനം എടുത്തിട്ടുള്ളൂ. നമ്മൾ എന്തായാലും അടുത്ത് തന്നെ സ്ഥാപിക്കും. പൊതുയിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കും. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണം അത്തരത്തിൽ എന്തെങ്കിലും പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നമുക്ക് വന്യജീവിയുടെ അങ്ങനെ ആക്രമണം വെച്ചാൽ ഒരു 2 വീടുകളിലാണ് കുറിനരി പോലെയുള്ള അവരുടെ ഉപദ്രവം ഉണ്ടായി. കുറച്ച് ആടുകള് ഒരു 10ഓളം ആടുകൾ ചത്തത് 3 വീടുകളിലായിട്ട്. അപ്പൊ നമ്മളത് എന്താന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ആ വീട്ടുകാർക്ക് അതിന്റെ അനുകൂലം കിട്ടാൻ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിന്റെ
അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസമാണ് കൊന്നിട്ട ആടുകളെ അടുത്ത് ആ കൂട്ടുകളുടെ അടുത്തേക്ക് കുറിതരികൾ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് കുറിനരികളാണിത് ആക്രമണം നടത്തിയതും. ടെസ്റ്റ് റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമായി. വേറെ അവിടെ അങ്ങനെ പിന്നീട് ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? വെല്ലുവിളികൾ ഉണ്ടെങ്കിലല്ലേ വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായും. ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്യുന്നത്? ഭാവിയിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ചത്. കടവ്, അതേപോലെ തന്നെ സ്റ്റേഡിയം, സ്കൂള്, നമ്മുടെ ചാല് നവീകരണം, അങ്ങനെ ചാല് നവീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലകളിൽ എന്ന് വെച്ചാൽ തരിശായി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പഞ്ചായത്ത് തന്നെ കൃഷി ചെയ്യുന്നുള്ളൊരു ഉദ്ദേശം എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കോർത്തുകൊണ്ട് പോകാനായിട്ട് തീരുമാനിച്ചു. തീർച്ചയായും അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനും അത്യധികം പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കുട്ടികളെല്ലാം തന്നെ ഇന്ന് മൊബൈൽ ഫോണുകളിലും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങളെല്ലാം തന്നെ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ വായനയുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വായനാശാലകൾ ഒക്കെ തന്നെ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും വായനശാലകൾ നമ്മുടെ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. എല്ലാ പ്രാവശ്യവും നമുക്ക് ആവശ്യമായ ബുക്കുകൾ നമ്മൾ വാങ്ങിയോടെ ശേഖരിക്കുകയും എല്ലാ കുട്ടികൾക്കും അതിൽ വന്ന് ബുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് വായിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചാലിനോട് ചേർന്നുള്ള ഒരു സൗഹൃദം തീരം നമ്മള് അവിടെ ഒരു സായാഹ്ന പാർക്കായിട്ട് ഉപയോഗിക്കാനുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവിടെ ഒരു ലൈബ്രറി, അതായത് സായം സന്ധ്യകളിൽ വന്നിരിക്കുമ്പോൾ വായനാശീലം വളർത്തി കൊണ്ടുപോകാനായിട്ട് അവിടെ ഒരു ലൈബ്രറിയെ സ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മള് പൊതുയിടങ്ങളിൽ ടേക്ക് എ ബ്രേക്ക്, അഷ്ടമിച്ചിറയുടെ അടുത്ത് ഉരുണ്ടോടി സ്ഥലത്ത് നമ്മള് പിഴപൂടി സ്ഥലം നമ്മൾ ടേക്ക് എ ബ്രേക്ക് ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ മാളക്കുളത്തിന്റെ അടുത്ത് തന്നെ ഓപ്പൺ ജിമ്മ് വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ വനിതകൾക്ക് ഓപ്പൺ ജിമ്മിനുള്ള സാധനങ്ങൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും എടുക്കുകയാണ് നമ്മുടെ. തീർച്ചയായും അത്തരത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തൃശൂർ ജില്ലയിലെ മാള പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ബിന്ദു ബാബു. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.